സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞവരിലൂടെയുള്ള യാത്രയിൽ ഞങ്ങൾ ഏജനറ്റ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ കോളേജിൻ്റെ മുന്നിലാണ്. പൗരബോധമുള്ള ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുവാൻ ക്രിസ്ത്യൻ മിഷനറി ഒരുപാട് സംഭാവനകളാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിരവധി സ്കൂളുകൾ, കോളേജുകളൊക്കെ ഈ മിഷനറിയുടെ നേതൃത്വത്തിൽ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് 18 വർഷക്കാലമായി ഈ ഡോൺ ബോസ്കോ കോളേജിൻ്റെ പ്രിൻസിപ്പാളായും അതിലുപരി നല്ല ഒരു എഴുത്തുകാരനായും മാറിയിരിക്കുന്ന, ഒരുപാട് അവാർഡുകളൊക്കെ നേടിയിട്ടുള്ള ഈ അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ കോളേജിൻ്റെ അമരക്കാരനെ കാണുവാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനും ഈ കോളേജിൻ്റെ ചരിത്ര നാൾ വഴികൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുമാണ് സ്പന്ദനങ്ങളിലൂടെ ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട റവറൻ ഡോക്ടർ ഫ്രാൻസിസ് കാരക്കാട്ട് അച്ഛനാണ്. അപ്പോൾ നമുക്ക് അച്ഛൻ്റെ അടുത്തേക്കൊന്ന് പോകാം. അച്ഛൻ്റെ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഡോൺ ബോസ്കോ കോളേജ് അങ്ങാടിക്കടവ്, നമ്മുടെ ഇതിൻ്റെ പ്രിൻസിപ്പാളായ നമ്മുടെ റവറൻ ഡോക്ടർ ഫ്രാൻസിസ് കാരക്കാട്ട് അച്ഛനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ അച്ഛൻ്റെ ഒരുപാട് വിശേഷങ്ങളാണ് നമ്മൾ അറിയാൻ വേണ്ടി പോകുന്നത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു തുടങ്ങിയത്. അച്ഛ നമസ്കാരം. നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കാതെ നമുക്ക് ഈ കോളേജിൻ്റെ സൗന്ദര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു അച്ഛൻ്റെ ജീവിതകഥ പറഞ്ഞുകൊണ്ടൊരു യാത്ര തുടങ്ങാം. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ അച്ഛൻ്റെ ഈ ഒരു പഠനകാലവും അച്ഛൻ്റെ സ്വദേശമൊക്കെ എവിടെയായിരുന്നു? ഞാൻ ജനിച്ചു വളർന്നത് കോഴിക്കോട് ജില്ലയിലുള്ള ഒരു കുഗ്രാമത്തിലാണ്. കോഴിക്കോട് നഗരത്തിൽ നിന്നും 55 കിലോമീറ്റർ ദൂരെ കുറ്റ്യാടി അടുത്ത് ചാപ്പൻതോട്ടം എന്ന സ്ഥലത്താണ് ജനിച്ചത്. പഠിച്ചത് ചാത്തൻകോട്ടുനട സ്കൂളിലാണ്. എല്ലാ ദിവസവും രാവിലെ 1.25 മണിക്കൂർ നടന്നാണ് സ്കൂളിൽ പോയി പഠിച്ചിരുന്നത്. അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ നാട്ടിൽ ഇലക്ട്രിസിറ്റി വന്നത്. അപ്പോൾ അങ്ങനെയുള്ള വളരെ പരിമിതമായ സാഹചര്യങ്ങളിലൂടെ മലയാളം മീഡിയം സ്കൂളിൽ 10ാം ക്ലാസ് പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഡോൺ ബോസ്കോയിൽ ഞാൻ ചേരുന്നത്, സെമിനാരിയിൽ. ആ സ്കൂളിൻ്റെ പേര് എ.ജെ. ജോൺ മെമ്മോറിയൽ ഹൈസ്കൂൾ, ചാത്തൻകോട്ട്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം വൈദികനാകാനായിട്ടുള്ള ആഗ്രഹം അതിതീവ്രമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ സലീഷ്യൻ സഭയിൽ, ഡോൺ ബോസ്കോ സ്ഥാപിച്ച സലീഷ്യൻ സഭയിൽ ദൈവവിളി ക്യാമ്പ് പങ്കെടുക്കാനായിട്ട് പറ്റിയില്ല. പ്രത്യേകമായിട്ട് ആണ് ഞാൻ മണ്ണുത്തിയിൽ ഡോൺ ബോസ്കോയിൽ സെമിനാരിയിൽ 10ാം ക്ലാസ് പൂർത്തിയാക്കിയതിന് ശേഷം ചേർന്നത്. പിന്നീട് ആലുവ ഡോൺ ബോസ്കോയിൽ +2 പ്രീ ഡിഗ്രി പഠനം പൂർത്തിയാക്കി. തുടർന്ന് തമിഴ്നാട്ടിലെ ഹിൽ സ്റ്റേഷൻ കോട്ടഗിരിയിലായിരുന്നു നൊവിഷ്യേറ്റ്. തുടർന്ന് ഫിലോസഫി തമിഴ്നാട്ടിൽ മറ്റൊരു ഹിൽ സ്റ്റേഷൻ ഏർക്കോഡിലായിരുന്നു. പിന്നെ ഡോൺ ബോസ്കോ സ്കൂൾ ഇരിങ്ങാലക്കുടയിൽ ഞാൻ 1 വർഷം 5, 6, 7 ക്ലാസ്സുകളിൽ
പഠിപ്പിച്ചിരുന്നു. ആ സമയത്ത് പ്രശസ്ത സിനിമാ നടൻ ഇന്നസെൻറ്റിൻ്റെ മകൻ സോണറ്റ് എൻ്റെ ഒരു സ്റ്റുഡൻ്റായിരുന്നു ഇരിങ്ങാലക്കുട സ്കൂളിൽ. ഒരു വർഷം കഴിഞ്ഞ് ഞാൻ സെൻറ്റ് തോമസ് കോളേജ് തൃശ്ശൂരിൽ പഠിക്കാനായിട്ട് പോയി. BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 1ാം റാങ്കോട് കൂടിയിട്ടാണ് ഞാൻ പാസ്സായത്. ഇപ്പോൾ സെൻറ്റ് തോമസ് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് എഴുത്തിൻ്റെ അഭിരുചി കടന്നു വന്നു. എഴുതാനായിട്ടുള്ള അഭിരുചി എനിക്കുണ്ട് എന്നുള്ള കഴിവ് തിരിച്ചറിഞ്ഞത് ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അവിടെ നിന്ന് ആരാണ് ഇതിങ്ങനെ അച്ഛനോട് സംസാരിച്ചത്? അപ്പോൾ ആ സമയത്ത് പിന്നെ സംസ്ഥാന തലത്തിൽ ഏറ്റവും ആദ്യമായിട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഒരു ഉപന്യാസ മത്സരം നടത്തിയിരുന്നു. അതിൻ്റെ വിഷയം ദ റോൾ ഓഫ് NRIs ഇൻ ഇന്ത്യാസ് ഡെവലപ്മെൻറ്റ്, ഇംഗ്ലീഷിലായിരുന്നു. അപ്പോൾ സെൻറ്റ് തോമസ് കോളേജ് തൃശ്ശൂരിനെ പ്രതിനിധീകരിച്ച് ആ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് പലവട്ടം പലരോടും ആവശ്യപ്പെട്ടെങ്കിലും ഞങ്ങളുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഫസർ ജോർജ് മേനാച്ചിരിക്ക് കുട്ടികളെ ആരെയും കിട്ടിയില്ല. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഡോൺ ബോസ്കോയിലുള്ള ബ്രദർ ആയതുകൊണ്ട്, ഡോൺ ബോസ്കോ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. ഡോൺ ബോസ്കോയിലുള്ള എല്ലാവർക്കും ഇംഗ്ലീഷിൽ പ്രാവീണ്യമുള്ളവരാണ്. അതുകൊണ്ട് ക്ലാസ്സിൽ വന്ന് എന്നോട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് ആവശ്യപ്പെട്ടു, സെൻറ്റ് തോമസ് കോളേജിനെ പ്രതിനിധീകരിച്ച് പോകാൻ പറ്റിയ ഏറ്റവും കഴിവുള്ള മിടുക്കനായ ആള് ബ്രദർ ഫ്രാൻസിസ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ സാറിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഞാൻ മത്സരത്തിൽ പങ്കെടുത്തു. ദൈവാനുഗ്രഹം കൊണ്ട് സംസ്ഥാന തലത്തിൽ എനിക്ക് 1ാം സ്ഥാനം കിട്ടി. അവിടെ വെച്ചായിരുന്നു എൻ്റെ എഴുത്തിൻ്റെ തുടക്കം അല്ലേ? ഇപ്പോൾ അച്ഛൻ ഏകദേശം ഞാൻ പറയാം, അതേപോലെ തന്നെ അച്ഛനെക്കുറിച്ച് ഇപ്പോൾ 33 പുസ്തകങ്ങളാണ് അച്ഛൻ എഴുതിയിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അല്ലേ? അച്ഛൻ ഇപ്പോൾ ഏകദേശം അതിന് ശേഷം എഴുതിയ ബുക്കുകളാണ് ഈ 33 പുസ്തകങ്ങൾ. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ദേശീയ തലത്തിലൊരു മത്സരം നടന്നു. അത് പിന്നെ ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ മുംബൈ, അത് കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ദ റോൾ ഓഫ് ന്യൂക്ലിയർ പവർ ജനറേഷൻ ഇൻ ഇന്ത്യാസ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ കോളേജിൽ നിന്നും പ്രൊഫസർ ജോർജ് മേനാച്ചേരി പറഞ്ഞു, ഏതായാലും സംസ്ഥാന തലത്തിൽ പ്രൈസ് കിട്ടിയ ആളല്ലേ, എന്തായാലും ഈ ദേശീയ തലത്തിലുള്ള മത്സരത്തിൽ കൂടി പങ്കെടുക്കണം. അങ്ങനെ ഞാൻ ലൈബ്രറിയിൽ നിന്ന് കുറേ പുസ്തകങ്ങളെടുത്ത് വായിച്ച് ഈ മത്സരത്തിൽ പങ്കെടുത്തു. ആ മത്സരത്തിൽ ദേശീയ തലത്തിൽ എനിക്ക് പ്രൈസ് കിട്ടി. അപ്പോൾ ആ പ്രൈസ് വലിയൊരു അംഗീകാരമായിരുന്നു. കാരണം മുംബൈ വരെയും, അത് 1993 മുംബൈയിൽ ഏറ്റവും ആദ്യമായിട്ട് ഞാൻ ഒരു എയർ കണ്ടീഷൻഡ് കമ്പാർട്ട്മെൻറ്റിൽ ട്രെയിനിൽ സ്പോൺസേഡ് ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ സ്പോൺസർ ചെയ്ത് ടിക്കറ്റിൽ യാത്ര ചെയ്യുന്നു. അവിടെ ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്ററിൽ എയർ കണ്ടീഷൻ റൂമിൽ താമസം, പിന്നെ അവിടെയുള്ള ശാസ്ത്രജ്ഞന്മാരുടെ മുൻപിൽ എൻ്റെ ഈ പ്രബന്ധം സ്ലൈഡ് ഉപയോഗിച്ച് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനായിട്ട് ഞാൻ അവിടെ അവതരിപ്പിച്ചു. അപ്പോൾ എൻ്റെ ഈ ആശയവിനിമയ പാഠവും കണ്ടെത്തിയ അവർ അവിടെ ഒരു വേക്കൻസി ഉണ്ടായിരുന്നു, PROയുടെ വേക്കൻസി, പബ്ലിക് റിലേഷൻസ് ഓഫീസർ. 10 ദിവസം ഞാൻ ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്ററിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ ജോബ് ഓഫർ എനിക്ക് വന്നു ഈ വേക്കൻസിയിലേക്ക്. അപ്പോൾ ഞാൻ അത് നിരസിക്കുകയാണ് ചെയ്തത്. കാരണം ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ വൈദികനാകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്ത് സെമിനാരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ എന്തായാലും അത് വിട്ടിട്ട് ഈ ജോലി ഏറ്റെടുക്കാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല. അങ്ങനെ ഞാൻ നിരസിച്ച്, പിന്നീട് എൻ്റെ സലീഷ്യൻ സഭയിലുള്ള മേലധികാരികൾ ഈ ജേർണലിസത്തിനുള്ള അഭിരുചി കണ്ടെത്തി ഇത് സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോട് തുടർ പഠനത്തിന് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പഠിക്കുവാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ MCJ മാസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം 1ാം റാങ്കോട് കൂടിയിട്ട് പൂർത്തിയാക്കി. ആ പൂർത്തിയാക്കുന്ന സമയത്ത് തന്നെ കോളേജിൽ പഠിപ്പിക്കുവാൻ വേണ്ട യോഗ്യത നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റാണ്. അതും ഞാൻ 3ാമത്തെ സെമസ്റ്റർ കഴിഞ്ഞപ്പോൾ
അതും ക്ലിയർ ചെയ്തതിന് ശേഷം ആണ് പൗരോഹിത്യ സെമിനാരി പഠനത്തിൻ്റെ അന്തിമഘട്ടം തിയോളജി, അത് ബാംഗ്ലൂരിലായിരുന്നു, ബാംഗ്ലൂർ ക്രിസ്ത്യോദി കോളേജിൽ. അവിടെ 1996 മുതൽ 2000 വരെയായിരുന്നു തിയോളജി പഠനം. 2000 ഡിസംബർ 30-നായിരുന്നു എൻ്റെ തിരുപ്പട്ടം. 2000-ലായിരുന്നു. അപ്പോൾ 23 വർഷം കഴിഞ്ഞു. 2025-ലാണ് എൻ്റെ സിൽവർ ജൂബിലി. അപ്പോൾ 2000-ൽ വൈദികനായതിനു ശേഷം എൻ്റെ ആദ്യത്തെ 2 വർഷം ഞാൻ ചിലവഴിച്ചത് എറണാകുളത്താണ്. എറണാകുളത്ത് നഗരത്തിൽ നിരവധി യുവാക്കൾ ജോലിക്ക് വേണ്ടിയിട്ട് ഒത്തിരിയേറെ കഷ്ടപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അവരെല്ലാവരും ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സ് അന്വേഷിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഞാൻ ഇരുന്ന അവിടെ എറണാകുളം നഗരത്തിലുള്ള ചെമ്പുമുക്ക് കാക്കനാട് പള്ളിയിൽ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ഞാൻ ആരംഭിച്ചു. അത് ഞാൻ ഒരു ബാച്ചിൽ 30 കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ കോഴ്സിൽ പങ്കെടുക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ നിന്നും യുവാക്കൾ വന്നു. അപ്പം അങ്ങനെ രാവിലെ 9 മണി തൊട്ട് 2 മാസം രാത്രി 12 മണി വരെ ഓരോ ബാച്ചിലും 2 മണിക്കൂർ വീതം, ഓരോ ബാച്ചിലും 30 പേർ വീതം. അപ്പോൾ ആ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ പങ്കെടുത്ത ഒരു സിനിമാ നടനുമുണ്ട്. അത് നമ്മുടെ പ്രേക്ഷകരൊന്ന് അറിയട്ടെ, ആരാണ് ആ ഒരു മഹാനടൻ? ജയസൂര്യ. ജയസൂര്യ അച്ഛനും നാടനോട് പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് എനിക്കത് ഓർമ്മ കിട്ടിയത്. ജയസൂര്യ ഏറ്റവും ലാസ്റ്റ് ബാച്ചിലെ ആളായിരുന്നു. 10 മണി തൊട്ട് രാത്രി 12 മണി വരെയുള്ള ബാച്ചിലെ ആളായിരുന്നു. ആ സമയത്താണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ പുസ്തകം ഇറങ്ങുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അച്ഛൻ്റെ ആ ഒരു എഴുത്ത് പുസ്തകങ്ങളിലേക്കുള്ള വരുത്തല്ല. അപ്പം ഞാൻ അരുണാചൽ പ്രദേശിൽ ഒരു 2-3 മാസം ഉണ്ടായിരുന്നു. അത് 2000 ഏപ്രിൽ മെയ് മാസത്തിലാണ്. അപ്പം അവിടെ അരുണാചൽ പ്രദേശ് ഉണ്ടായിരുന്ന സമയത്ത് അവിടുത്തെ നിഷി ട്രൈബിലുള്ള യുവാക്കൾക്ക് വേണ്ടി ഞാൻ അവിടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് അവിടെയും ചെയ്തിരുന്നു. പിന്നെ ഞാൻ തിരുവനന്തപുരത്ത് ഒരു 3 മാസം വിഴിഞ്ഞം പള്ളിയിൽ ഒരു 3 മാസം ഉണ്ടായിരുന്നു. അവിടെയും യൂത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി കോഴ്സ് ചെയ്തു. അപ്പോൾ അരുണാചൽ പ്രദേശിലെയും തിരുവനന്തപുരത്തെയും എറണാകുളത്തെയും എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഈ കേരളത്തിലുള്ള മലയാളം മീഡിയം സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടികൾക്ക് ആയാസരഹിതമായിട്ട് ഒരധ്യാപകൻ്റെ സഹായം കൂടാതെ തന്നെ എങ്ങനെ ഇംഗ്ലീഷ് സ്വായത്തമാക്കാം, അങ്ങനെയുള്ള ഒരു നവീന രീതിയിലുള്ള ഒരു പാഠപുസ്തകമാണ് ഞാൻ 2001 മെയ് അവസാനമായപ്പോൾ ആദ്യത്തെ പുസ്തകം സ്പോക്കൺ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ഇറക്കി. അത് സാധാരണക്കാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കണം എന്നുള്ള ഒരു നിലപാടെടുത്തുകൊണ്ട് ഏകദേശം 500 പേജുള്ള ഈ പുസ്തകം വെറും 190 രൂപയ്ക്കാണ് നമ്മൾ അന്ന് കൊടുത്തിരുന്നത്. അപ്പോൾ ആ പുസ്തകം ഇപ്പോൾ 1,00,000-ൽ അധികം കോപ്പികൾ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു പത്രത്തിലോ അല്ലെങ്കിൽ ടെലിവിഷൻ ചാനലിലോ ഒന്നും പരസ്യം കൊടുക്കാതെ ബൈ വേർഡ് ഓഫ് മൗത്ത് ആളുകൾ കേട്ടറിഞ്ഞ് മാത്രമാണ് 1,00,000-ലധികം കോപ്പികൾ വിറ്റഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 26ാമത്തെ എഡിഷൻ പുറത്ത് ഇറങ്ങി. അതായിരുന്നു എൻ്റെ ആദ്യത്തെ പുസ്തകം. ഇപ്പോൾ ഞാൻ 33 പുസ്തകങ്ങൾ എഴുതി. ഇനി ഒരു 3 മാസത്തിനുള്ളിൽ 5 പുസ്തകങ്ങൾ ഒരുമിച്ച് റിലീസ് ചെയ്യാനായിട്ടുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ. അതിൻ്റെ പ്രൂഫ് റീഡിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ട തിരുത്തലുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ സമയം കണ്ടെത്തി. ഈ 33 പുസ്തകങ്ങളിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട നമ്മുടെ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ്. അതിനുശേഷം അപ്പം ഞാൻ പിന്നെ ഇംഗ്ലീഷ് പുസ്തകം ഇറക്കിയതിന് ശേഷം എൻ്റെ മേലധികാരികൾ എന്നോട് ജേർണലിസം പൂർത്തീകരിച്ചിട്ടുള്ളതുകൊണ്ട് ഡോൺ ബോസ്കോ മാസികയുണ്ട്, മലയാളം മാസിക. അത് പിന്നെ എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന ഉള്ളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റ് മാസികകളിൽ നിന്നും വേറിട്ട ഒരു പ്രസിദ്ധീകരണമാക്കി മാറ്റാനായിട്ട് ഉള്ള ഒരു ദൗത്യം എന്നെ ഏൽപ്പിച്ചു. അപ്പം അങ്ങനെ ഞാൻ എറണാകുളത്ത് പലരോട്ടും അടുത്തുള്ള ഡോൺ ബോസ്കോയിൽ പബ്ലിക്കേഷൻ സെൻറ്ററിൽ ഡോൺ ബോസ്കോ മാസികയുടെ എഡിറ്ററായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന സമയത്താണ്
ഞാൻ മലയാളത്തിൽ എഴുതുവാനായിട്ട് നിർബന്ധിതനാവുന്നത്. ഞാൻ വർഷങ്ങളോളമായിട്ട് ഇംഗ്ലീഷിലായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. കാരണം ഞാൻ 10ാം ക്ലാസ്സിൽ സെമിനാരിയിൽ ചേർന്ന സമയം മുതൽ എല്ലാ ഇടങ്ങളിലും എൻ്റെ സംസാര ഭാഷ ഇംഗ്ലീഷായിരുന്നു. അപ്പോൾ മലയാളത്തിലുള്ള ഈ മാസിക ഏറ്റെടുത്തതോടെ എനിക്ക് ഇംഗ്ലീഷിൽ ചിന്തിച്ച് മലയാളത്തിൽ എഴുതാനായിട്ട് വളരെ ബുദ്ധിമുട്ട് ഉള്ള ഒരു ഘട്ടമായിരുന്നു. അപ്പോൾ ആ സമയത്ത് തുടക്കത്തിൽ ഞാൻ പങ്ക്തികളാക്കി കൊടുത്ത് കേരളത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരെ കൊണ്ടായിരുന്നു ഞാൻ ഈ ലേഖനങ്ങൾ എഴുതിപ്പിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച തലത്തിലേക്ക് ഈ ലേഖനങ്ങൾ വരാത്തതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു. ഞാൻ തന്നെ പരമാവധി പുസ്തകങ്ങൾ വായിച്ച് മലയാള ഭാഷയിൽ ആധിപത്യം ഉറപ്പിച്ചതിന് ശേഷം ഞാൻ തന്നെ എഴുതാനായിട്ടുള്ള ഈ ജേർണലിസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പാലിച്ചുകൊണ്ട് ആളുകൾക്ക് എളുപ്പത്തിൽ വായിക്കാനായിട്ട് വായന വിരസത ഇല്ലാതെ വായിക്കാൻ പറ്റുന്ന ഒരു നിലവാരം ഉറപ്പാക്കുന്ന ലേഖനങ്ങൾ എഴുതുവാനായിട്ടുള്ള ഒരു ഉറച്ച തീരുമാനം ഞാൻ എടുത്തു. അങ്ങനെയാണ് ഞാൻ മാസികയിൽ കവർ സ്റ്റോറി എഡിറ്റോറിയൽ എഴുതുവാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ എൻ്റെ ഓരോ കവർ സ്റ്റോറിയും 24 പ്രിൻ്റഡ് പേജുകളിൽ വരുന്ന ലേഖനങ്ങളായിരുന്നു. അത് സമകാലിക വിഷയമായിരുന്നു. അത് മതത്തിൻ്റെയോ കക്ഷി രാഷ്ട്രീയത്തിൻ്റെയോ വേലികൾ ഇല്ലാതെ ഏത് മതത്തിൽപ്പെട്ട ആൾക്കും ഏത് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും ഏത് പ്രായത്തിലുള്ളവർക്കും വായിക്കാൻ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഫീച്ചേഴ്സായിട്ടാണ് ലേഖനങ്ങൾ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് സംഭവങ്ങളും ഉദ്ധരണികളും സ്ഥിതിവിവരക്കണക്കുകളും കോർത്തിണക്കി 24 പേജുണ്ടെങ്കിലും ആ 24 പേജ് വായിക്കുന്നയാൾക്ക് ഒരു പോസിറ്റീവ് എനർജി വരത്തക്ക രീതിയിൽ മോട്ടിവേഷണലായിട്ടുള്ള ലേഖനങ്ങളാണ് മുഴുവനും ചെയ്തത്. അങ്ങനെ ഞാൻ എഴുത്തിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് ഒപ്പം എറണാകുളത്ത് ഉള്ള വിവിധ നേഴ്സിംഗ് കോളേജുകളിലും മറ്റ് പല സെൻറ്ററുകളിലും സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് 2002 കേരളത്തിൽ ആദ്യമായി കോളേജ് അങ്ങാടിക്കടവിൽ തുടങ്ങുവാനായിട്ട് തീരുമാനിച്ചത്. ഇപ്പോൾ 2002 കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഈ കോളേജ് തുടങ്ങുന്ന ഘട്ടത്തിൽ അച്ഛന്മാരുടെ ഇടയിൽ നെറ്റ് ക്ലിയർ ചെയ്തിട്ടുള്ള ഒരാൾ ഞാൻ മാത്രമായിരുന്നു. നെറ്റ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. അപ്പോൾ എന്നോട് ഈ സ്ഥാപനം തുടങ്ങുന്ന ഈ ഘട്ടത്തിൽ ഈ കോളേജിൽ ജേർണലിസം കോഴ്സ് തുടങ്ങാനായിട്ടും അത് ഈ സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് അന്നത്തെ പ്രിൻസിപ്പളായിരുന്ന ബ്രദർ ഷാജി കിഡ്നി പ്രോബ്ലം വന്ന് മരിച്ച ആളാണ്. ബ്രദർ ഷാജിയോടൊപ്പം ഒരു പൈനിയറായിട്ട് കോളേജിൽ വർക്ക് ചെയ്യാനായിട്ടും ആവശ്യപ്പെട്ടത്. അപ്പോൾ എറണാകുളത്ത് 2 വർഷം ഇങ്ങനെ നഗരത്തിൽ വർക്ക് ചെയ്ത് ക്ലാസ് എടുത്ത് ശീലിച്ചിട്ടുള്ള എനിക്ക് അങ്ങാടിക്കടവിൽ അന്ന് വരാനായിട്ടൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. മലയോര മേഖലയാണ്. മലയോര മേഖല, അതിനപ്പുറത്ത് ഒരു കുഗ്രാമം. ഞാൻ ആദ്യമായിട്ട് ഇവിടെ അങ്ങാടിക്കടവിലേക്ക് വരാനായിട്ട് ഇരിട്ടിയിൽ വന്നിറങ്ങി. ഇരിട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് ബസ്സില്ല. 2002 ബസ്സില്ല. 2 മണിക്കൂറൊക്കെ കാത്തിരുന്നിട്ട് വേണം, അല്ലെങ്കിൽ അവിടെ ജീപ്പ് ട്രിപ്പ് അടിക്കുന്നുണ്ട്. അപ്പോൾ യാത്രാ സൗകര്യം വളരെ ശുഷ്കമാണ്. ആ സമയത്ത് ഇത്രമാത്രം അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത, അതുപോലെ തന്നെ കറൻറ്റ് പലപ്പോഴും ഇല്ല. പവർ ഒഫീഷ്യൽ കട്ടല്ല, ഇലക്ട്രിസിറ്റി ഫെയിലിയറാണ് എപ്പോഴും. അപ്പോൾ നമുക്ക് വൈകുന്നേരം കുറച്ച് സമയം മാത്രമാണ് കറണ്ട് കൃത്യമായിട്ട് ആശ്രയിക്കാൻ പറ്റിയ ഇലക്ട്രിസിറ്റി. പിന്നെ മൊബൈൽ റേഞ്ച് ഇല്ല. എറണാകുളത്ത് നിന്ന് വരുന്ന ഒരാൾക്ക് ടൗണിൽ നിന്ന് ഈ ഗ്രാമത്തിൽ വരുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒട്ടും താല്പര്യമില്ലാതെയാണ് ഞാൻ ഈ അങ്ങാടിക്കടവിൽ ഈ കോളേജിൽ എൻ്റെ പൈനിയറായിട്ട് ഷാജി ബദറിനോടൊപ്പം
ഇവിടെ എത്തപ്പെട്ടത് നിർബന്ധിതനായിട്ട് ഇവിടെ വന്നത്. പക്ഷേ നട്ടെടുത്ത് പുഷ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ രീതി, പോളിസി. ബ്ലൂം വേർ യു പ്ലാന്റഡ്. അല്ലാതെ മറ്റുള്ളവർ എന്നെ പുഷ്പിക്കാൻ പറ്റുന്നിടത്ത് നട്ടാൽ മാത്രമേ ഞാൻ പുഷ്പിക്കൂ എന്ന നിലപാട് എനിക്കില്ല. അപ്പം അതുകൊണ്ട് എന്നെ ഇവിടെ നട്ടു. ഇവിടെ കിട്ടുന്ന വായു ശ്വസിച്ച് വെള്ളം ഉപയോഗിച്ച് ഏറ്റവും മികച്ച പുഷ്പങ്ങൾ ഏത് രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം, വളർത്താം എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ആത്മാർത്ഥതയോടെ പ്രതിബദ്ധതയോടെ ഇവിടെ ആദ്യം തുടങ്ങിയ കോഴ്സ് MCA ശേഷം രണ്ടാമത് തുടങ്ങിയ 2 കോഴ്സുകൾ MCJ, മാസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം, പിന്നെ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്. അപ്പോൾ എല്ലാവരും ആശങ്കയോട് കൂടിയിട്ടാണ് അങ്ങാടിക്കടവ് കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ തുടങ്ങുവാനായിട്ട് തീരുമാനിച്ച സമയത്ത് ഈ തീരുമാനം പമ്പര വിഡ്ഢിത്തമാണ്. കാരണം സാമാന്യബോധമുള്ള ആരും ഇങ്ങനെയുള്ള ഒരു കുഗ്രാമത്തിൽ ഒരു ഓണംകേറ മൂലയിൽ ഇത്രയും കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കെട്ടിടം പണിത് ഒരു കോളേജ് തുടങ്ങില്ല എന്നുള്ളതായിരുന്നു പൊതുവായിട്ടുള്ള അഭിപ്രായം. അപ്പോൾ 2002 ഞാനിവിടെ ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ജേർണലിസം കോഴ്സ് ഇല്ല. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും ആദ്യമായിട്ട് ജേർണലിസം കോഴ്സ് തുടങ്ങിയത് ഈ കലാലയത്തിലാണ്, നമ്മുടെ അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോയിലാണ്. അപ്പോൾ ഈ ജേർണലിസം സ്റ്റാർട്ട് ചെയ്തത് 2002 തന്നെയാണ്, അല്ലെങ്കിൽ 2003 അപ്രൂവൽ വന്നിട്ട് 2002 MCA ആണ്, മാസ്റ്റർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അപ്പോൾ ആ സമയത്ത് പിന്നെ എൻട്രൻസ് പരീക്ഷ വെച്ചിട്ടാണ് നമ്മൾ ജേർണലിസത്തിൽ അഭിരുചിയുള്ള കുട്ടികളെ നമ്മൾ അഡ്മിഷന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പരമാവധി പറ്റുന്ന രീതിയിൽ പരസ്യം കൊടുത്ത് കുട്ടികളെ ഇവിടെ കൊണ്ടുവരാനായിട്ട് നമ്മൾ നോക്കി. ഇവിടെ ആലപ്പുഴയിൽ നിന്നും എറണാകുളത്തു നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നൊക്കെ കുട്ടികൾ മറ്റ് കോളേജുകളിൽ ജേർണലിസത്തിൻ്റെ എൻട്രൻസ് എഴുതിയിട്ട് കിട്ടാത്ത പലരും ഇവിടെ വന്നു. ഇവിടെ വന്ന പല കുട്ടികളും അവരുടെ പേരൻസും ഈ സ്ഥലത്തിൻ്റെ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കുഗ്രാമവും അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും മനസ്സിലാക്കിയിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇവിടെ ആരെങ്കിലും ജേർണലിസം കോഴ്സ് തുടങ്ങുമോ? കാരണം ജേർണലിസം കോഴ്സ് തുടങ്ങേണ്ടത് നഗരത്തിലാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, വെയിറ്റ് ആൻഡ് സി, നമുക്ക് നോക്കാം. അപ്പം അങ്ങനെയുള്ള ഒരു ഗ്യാരൻറ്റി കൊടുത്തുകൊണ്ട് ആശങ്കയുണ്ടായിട്ടും നമ്മൾ കൊടുത്ത ഉറപ്പിൻ്റെ പുറത്ത് ആദ്യത്തെ ബാച്ചിൽ നമുക്ക് 8 കുട്ടികളെ കിട്ടി. 8 കുട്ടികളിൽ നിന്നാണ് ജേർണലിസം കോഴ്സ് ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മളൊരു തീരുമാനം എടുത്തിരുന്നു, നഗരത്തിൽ കിട്ടുന്ന സൗകര്യങ്ങൾ ഈ കോളേജിൽ വരുന്ന കുട്ടികൾക്കെല്ലാം നമ്മൾ ഉറപ്പാക്കി കിട്ടണം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒരു വേറിട്ട കോളേജായിരിക്കണം അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ഈ ഒരു ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് നമ്മൾ മറ്റ് ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇല്ലാത്ത തലത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കി. സ്റ്റുഡിയോ, ഇവിടുന്ന് ദൂരെ നിന്നും വരുന്ന കുട്ടികൾക്ക് താമസിക്കാനായിട്ട് ഇടം ഇല്ലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നാട്ടുകാരെയാണ് ആശ്രയിച്ചത്. അപ്പോൾ ഇവിടെയുള്ള ആളുകൾ അവരുടെ വീടുകൾ, അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഫ്രീ ആയിട്ടുള്ള റൂംസുകൾ നമ്മുടെ കോളേജിലെ കുട്ടികൾക്ക് താമസിക്കാൻ വേണ്ടി വീട്ടിൽ തന്നെ ഉള്ള സൗകര്യം കുട്ടികൾക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ഹോസ്റ്റൽ പണിയുന്നതിന് മുൻപ് പ്രയാസമില്ലാതെ തന്നെ കുട്ടികൾക്ക് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഈ കോളേജ് തുടങ്ങിയതിന് ശേഷം 2023 ഇപ്പോൾ 2024 അധ്യയന വർഷം കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അധിനിവേശം ഈ കലാലയത്തിൽ ഉണ്ടായിട്ടില്ല. ഈ കലാലയത്തിൽ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമാണ് എന്നും നിലനിന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം, അന്തരീക്ഷം ഇവിടെ ഉറപ്പാക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നാട്ടുകാർ നൽകുന്ന സഹകരണവും പിൻബലവും കൊണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ കക്ഷി രാഷ്ട്രീയം ഇവിടെ നമ്മൾ അനുവദിക്കാത്തത്?
ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മറ്റ് കലാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള യൂണിയൻ തെരഞ്ഞെടുപ്പാണ്. നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേക മമത കാണിക്കാറില്ല. എല്ലാം ഒരേപോലെ സമദൂരമാണ് നമ്മുടെ പോളിസി. സമദൂരം. അപ്പോൾ എല്ലാ രാഷ്ട്രീയ നേതാക്കളോടും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും പ്രത്യയശാസ്ത്രത്തോടും അവർക്ക് നൽകേണ്ട പരിഗണനയും അതോടൊപ്പം തന്നെ ആദരവും കൊടുത്തുകൊണ്ട് തന്നെ ഈ കലാലയത്തിൽ വരുന്ന കുട്ടികളെല്ലാം ഒരു കുടുംബം ഡോൺ ബോസ്കോ ഫാമിലി. ആ ഡോൺ ബോസ്കോ ഫാമിലിയിൽ മതമില്ല. ഈ ഡോൺ ബോസ്കോ ഫാമിലിയിൽ രാഷ്ട്രീയമില്ല. അപ്പോൾ ഒരേ ദിശാബോധത്തോടു കൂടിയിട്ട് ഓരോ കുട്ടിക്കും കിട്ടിയിട്ടുള്ള കഴിവുകൾ കണ്ടെത്തുകയും അത് ഏറ്റവും ബെസ്റ്റായിട്ട് അതിനെ പ്രോത്സാഹിപ്പിച്ച് അവരുടെ കഴിവ് എത്തേണ്ട തലത്തിലേക്ക് ഉയർത്തുവാൻ വേണ്ട അവസരങ്ങൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടമായിട്ട് നമ്മൾ ഈ കലാലയത്തെ വാർത്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ, അച്ഛൻ്റെ വിശേഷങ്ങളും കോളേജിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ പെട്ടെന്ന് അച്ഛൻ നമ്മുടെ വാച്ച്മാനും നമ്മുടെ കോളേജിൻ്റെ വാച്ച്മാനുമായിട്ടുള്ള പെട്ടെന്ന് ഒരു ഗൗരവമായിട്ടൊരു സംഭാഷണമായിരുന്നു അത്. അച്ഛൻ എന്താണ് അച്ഛൻ ചോദിച്ചത്? അത് സെക്യൂരിറ്റിയോട് നമ്മൾ സ്ഥിരമായിട്ട് ആവശ്യപ്പെടുന്നത് ID കാർഡ് ഇല്ലാത്ത ഒരു കുട്ടിയും ഇങ്ങോട്ട് കോളേജിൽ കയറ്റരുതെന്നുള്ള അത് വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം നമ്മൾക്ക് 1200ഓളം കുട്ടികളുള്ള കലാലയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ വരുന്ന ആളുകൾ നമ്മുടെ അറിയാവുന്ന ആളുകളാവണം. അതൊന്ന്. രണ്ടാമതായിട്ട് നമ്മൾ കോളേജിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് മാത്രമേ പുറത്ത് വിടുകയുള്ളൂ. ഇൻ്റർവെൽ സമയത്ത് നമുക്ക് ക്യാൻറ്റീനുണ്ട്. അപ്പോൾ ക്യാൻറ്റീനിൽ കുട്ടികൾക്ക് വന്നിട്ട് ചായ സ്നാക്സ് എടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ തുടക്കം മുതൽ മറ്റ് കലാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് ഈ ഒരു കോളേജിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ സേഫ്റ്റിയാണ്. കുട്ടികളുടെ സേഫ്റ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ അച്ഛന്മാരിവിടെ 9 അച്ഛന്മാരുണ്ട്. 9 അച്ഛന്മാരും കോളേജിൽ പഠിപ്പിക്കുന്നവർ തന്നെയാണ്. മുമ്പ് 12 അച്ഛന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഈ അച്ഛന്മാരുടെ നിരീക്ഷണ വലയത്തിൽ അതോടൊപ്പം തന്നെ ഇവിടെ ഒരു കുടുംബാന്തരീക്ഷമാണ്. കുടുംബാന്തരീക്ഷത്തിൽ അധ്യാപകർ സ്വന്തം വീട്ടിലെ ചേട്ടന്മാരെ പോലെ ചേച്ചിമാരെ പോലെ ഒരു ആത്മബന്ധം കുട്ടികളുമായിട്ട് സ്ഥാപിച്ചെടുക്കുന്നു. അപ്പം അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട ആളുകളല്ല, അവർ ഡിസിപ്ലിനേറിയൻസ് അല്ല പ്രഥമമായിട്ട്. മറിച്ച് മാതാപിതാക്കൾ വീട്ടിൽ എന്താണോ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാറുള്ളത് അതുപോലെ തന്നെ ക്ലാസ്സിൻ്റെ ഉള്ളിൽ പഠിപ്പിക്കുന്നതിന് മാത്രമല്ല അല്ലാത്ത സമയത്ത് അവരുമായിട്ട് ഊഷ്മളമായ ബന്ധം നിലനിർത്തിക്കൊണ്ട് അവർ വഴിതെറ്റിപ്പോകാനായിട്ട് സാധ്യതയുണ്ടെങ്കിൽ പെട്ടെന്ന് പിടിക്കും. അത് പിടിക്കാനുള്ള വാക്കല്ല ഞാൻ ഉപയോഗിക്കുന്നത്. മുൻകരുതലോടുകൂടി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അപകടത്തിൽ ചെന്ന് ചാടും എന്ന് നമ്മൾ പരോക്ഷമായിട്ടുള്ള താക്കീത് കൊടുത്ത് നേർവഴിക്ക് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. അപ്പം അതുകൊണ്ട് ഈ കോളേജിൽ 1200 കുട്ടികളുണ്ടെങ്കിലും 1200 കുട്ടികളെയും നമുക്കറിയാം. ഏതെങ്കിലും ഒരു കുട്ടി ട്രാക്ക് മാറുന്നുണ്ടെങ്കിൽ ആ ട്രാക്ക് മാറുന്നതിന് മുൻപ് തന്നെ നമ്മൾ കുട്ടിയോട് പറയും, നിന്റെ പോക്ക് ശരിയല്ല. പച്ചക്ക് പറയും, നിന്റെ പോക്ക് ശരിയല്ല. അത് ആദ്യം നമ്മൾ പറയുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ടായിരിക്കും പറയുന്നത്. പിന്നെ ആ താക്കീത് കൊടുത്തിട്ടും കുട്ടി വീണ്ടും ട്രാക്ക് മാറുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ പേരൻറ്റിനെ വിളിച്ചറിയിക്കും, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ നിങ്ങൾ കുട്ടിയെ നിരീക്ഷണ വലയത്തിലാക്കണം, ഇത് വളരെ അപകടകരമായിട്ടുള്ള സിറ്റുവേഷനാണ്. അങ്ങനെയുള്ള ഒരു കീഴ്വഴക്കമാണ് ഈ കലാലയത്തിൽ നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേരൻസിന് ഉറപ്പുണ്ട്, ഈ കോളേജിൽ കുട്ടിയെ വിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠനം പൂർത്തിയാക്കുന്നത് വരെയും അവർക്ക് ഒന്നുകൊണ്ടും പേടിക്കേണ്ടതായിരിക്കും. അപ്പോൾ അച്ഛാ, ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ മറ്റുള്ള കോളേജുകളിൽ നിന്നും നമ്മൾ ഈ അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ കോളേജിനെ വ്യത്യസ്തത ഒരുക്കി നിർത്തുന്നത് എന്താണ് അച്ഛാ? അതിൻ്റെ ഒരു സവിശേഷത എന്താണ്? നഗരത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നും വരുന്ന ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും ഒരു ഡിഫറൻസ്. കാരണം ഇവിടെ തൊട്ടടുത്ത് തിയേറ്ററുകൾ ഇല്ല, കുറച്ച് ഇരിട്ടി വരെയും പോകണം, അല്ലെങ്കിൽ ഉളിക്കൽ വരെയും പോകണം. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വളർന്നു വന്ന ഈ കോളേജ് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ മോഡൽ കോളേജായിട്ട് 2019 യൂണിവേഴ്സിറ്റിയുടെ പരമോന്നത അധികാര സമിതിയായിട്ടുള്ള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ്
ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ കീഴിലുള്ള എല്ലാ കോളേജുകളിലും പോയി ഒരു എക്സ്പേർട്ട് കമ്മിറ്റി പഠനം നടത്തിയതിന് ശേഷം ഔദ്യോഗികമായിട്ട് രേഖാമൂലം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഈ ഡോൺ ബോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഒരു മോഡൽ കോളേജാണ്. എങ്ങനെ ഒരു മോഡൽ കോളേജായി എന്നുള്ളതാണ് എനിക്ക് കൂടുതലായിട്ട് വിശദീകരിക്കാൻ ഇപ്പം എനിക്ക് പറയാനുള്ളത്. ഡോൺ ബോസ്കോ സ്വാശ്രയ കോളേജുകളെ പറ്റിയുള്ള പൊതുവെയുള്ള സങ്കല്പം അതൊരു ബിസിനസ് എൻ്റർപ്രൈസാണ്, പ്രോഫിറ്റിന് വേണ്ടിയിട്ട് തുടങ്ങുന്ന സ്ഥാപനമാണ്. അവിടെ പഠനം സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ പരിമിതമായിരിക്കും. ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടാണ് പൊതുവെ. പക്ഷേ ഈ കലാലയത്തിൽ നഗരത്തിൽ ഉള്ള കോളേജിൽ കിട്ടുന്ന സൗകര്യങ്ങൾ ഇവിടെയുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതൊന്ന്. രണ്ടാമതായിട്ട് ഒരു കോളേജിനെ വിലയിരുത്തുന്നത് റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. യൂണിവേഴ്സിറ്റി പരീക്ഷകൾ കിട്ടുന്ന റിസൾട്ട്. +2 പൂർത്തിയാക്കുന്ന A+ വാങ്ങിച്ച കുട്ടികൾ, ഔട്ട്സ്റ്റാൻഡിങ് ഗ്രേഡുള്ള 95% കൂടുതൽ കിട്ടുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ഫീസില്ലാതെ പഠിക്കാൻ സാധിക്കുന്ന ഗവൺമെൻറ് കോളേജിലോ എയ്ഡഡ് കോളേജുകളിലോ ആണ് അഡ്മിഷൻ ഉറപ്പാക്കുക. പക്ഷേ ഈ കോളേജിൽ പഠിക്കുന്ന നിരവധി കുട്ടികൾക്ക് +2-ന് 90% കൂടുതൽ മാർക്കുണ്ട്. 99.6% വരെ ഉള്ള കുട്ടികൾ ഈ കോളേജിൽ, എയ്ഡഡ് കോളേജും അതോടൊപ്പം തന്നെ ഗവൺമെൻറ് കോളേജിൽ പഠിക്കാനായിട്ട് അവസരം കിട്ടിയിട്ടും വേണ്ടെന്ന് വെച്ച് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ കാരണം ഈ കോളേജിലെ അന്തരീക്ഷമാണ്. ഒന്ന്, ഒരു കുടുംബാന്തരീക്ഷം. രണ്ടാമതായിട്ട് ഈ കോളേജിൽ ചേരുന്ന ഒരു കുട്ടിക്ക് അവളുടെ സമസ്ത മേഖലകളിലും പ്രശോഭിക്കുവാനായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ അധ്യയന വർഷം ഏറ്റവും മികച്ച റിസൾട്ടാണ്, അതായത് എയ്ഡഡ് കോളേജിനോടൊപ്പം അതോടൊപ്പം തന്നെ ഗവൺമെൻറ് കോളേജിനോടൊപ്പം പല ഗവൺമെൻറ് എയ്ഡഡ് കോളേജിനേക്കാളും മെച്ചപ്പെട്ട പ്രകടനമാണ് യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ നമ്മുടെ കുട്ടികൾ കാഴ്ചവെച്ചിട്ടുള്ളത്. ഉദാഹരണമായിട്ട് BCom 76 കോളേജുകളിൽ BCom ഉണ്ട്. ഏറ്റവും കൂടുതൽ കുട്ടികളെ കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് ഇരുത്തിയത് ഡോൺ ബോസ്കോയാണ്. 118 കുട്ടികൾ. ഈ 118 കുട്ടികളിൽ 92% കുട്ടികൾ പാസ്സായി. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ആവറേജ് പാസ് പെർസെൻറ്റേജ് 54% മാത്രമാണ്. ഇവിടെ 92% രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ BA ഇംഗ്ലീഷിന് കുട്ടികളെ ഇരുത്തിയ ഡോൺ ബോസ്കോയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി. 46 കുട്ടികൾ, 90% പാസ്. പിന്നെ റാങ്ക് BSW ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക്. പിന്നെ ഏറ്റവും മികച്ച റിസൾട്ടാണ് MCJ മാസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം 1 മുതൽ 9 വരെയുള്ള റാങ്ക് ഡോൺ ബോസ്കോയ്ക്കാണ്. MSc കൗൺസിലിംഗ് സൈക്കോളജി 2ാം റാങ്ക് ഒഴികെ 1 മുതൽ 9 റാങ്കുകൾ ഡോൺ ബോസ്കോയ്ക്കാണ്. പിന്നെ MSW 1, 2, 5 റാങ്കുകൾ ഡോൺ ബോസ്കോയ്ക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ തെറ്റായ സങ്കല്പം, സ്വാശ്രയ കോളേജിൽ പോയിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് കോളേജുകളിൽ അതോടൊപ്പം തന്നെ എയ്ഡഡ് കോളേജുകളിൽ കിട്ടുന്ന രീതിയിലുള്ള പഠന സാധ്യതകൾ ഇല്ല എന്ന് ഉള്ള ഒരു തെറ്റായ ധാരണ, അത് തിരുത്തിക്കൊണ്ടുള്ള പ്രകടനമാണ് ഈ കോളേജ് വർഷങ്ങളായിട്ട്, കഴിഞ്ഞ വർഷം മാത്രമല്ല വർഷങ്ങളായിട്ട് കാഴ്ചവെച്ചിട്ടുള്ളത്. രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നടക്കുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കലാലയം ഡോൺ ബോസ്കോയാണ്. അതുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ എല്ലാ വർഷവും ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ കിട്ടുന്ന സ്ഥാനം 4, 5, 6. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ 130ഓളം കോളേജുകളുണ്ട്, യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെ. ഈ 130ഓളം കോളേജുകളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ മത്സരിക്കുന്നത്. അങ്ങനെ മത്സരിക്കുന്ന ഇനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇനങ്ങൾക്കെല്ലാം ഡോൺ ബോസ്കോയ്ക്ക് പ്രൈസ് കിട്ടും. അത് ബ്രണ്ണൻ കോളേജ് 1862 തുടങ്ങിയതാണ് ബ്രണ്ണൻ കോളേജ് തലശ്ശേരി. ഈ പിന്നെ 1ാം സ്ഥാനത്ത്, 2ാം സ്ഥാനത്ത്, 3ാം സ്ഥാനത്ത് നിൽക്കുന്ന കോളേജുകൾ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാഞ്ഞങ്ങാട്, പിന്നെ പയ്യന്നൂർ കോളേജ്. നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജും പയ്യന്നൂർ കോളേജും തുടങ്ങിയത് 1962-ലും 65-ലുമാണ്. ഡോൺ ബോസ്കോ കോളേജ് തുടങ്ങിയത് 2002. ഇപ്പോൾ ഡോൺ ബോസ്കോ കോളേജ് കൗമാരപ്രായം കടന്നിട്ടുള്ളൂ.
കഷ്ടിച്ച് 20 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. 20 വയസ്സ് മാത്രമുള്ള 140 വയസ്സുള്ള ബ്രണ്ണൻ കോളേജിനോടൊപ്പം മത്സരിച്ച് 4ാം സ്ഥാനത്ത് കോളേജുകളോട് എത്തുന്നത്. അപ്പോൾ നമുക്ക് മലയാളം നാടകം, ഇംഗ്ലീഷ് നാടകം, പിന്നെ ഗ്രൂപ്പ് ഡാൻസ്, ബോയ്സ് ഗേൾസ്, ഫോക്ക് ഡാൻസ്, പിന്നെ സ്കിറ്റ്, മൈം, ഒപ്പന, ഈ ഐറ്റംസിലൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് പ്രൈസ് കിട്ടുന്നുണ്ട്. അത് ആർട്സ്. സ്പോർട്സ് ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ എല്ലാ വർഷവും തന്നെ നമ്മൾ മത്സരിച്ച് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ടോട്ടൽ പോയിന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 5ാം സ്ഥാനത്താണ്. 130 കോളേജുകളിൽ 5ാം സ്ഥാനത്താണ് സ്പോർട്സ്. അപ്പോൾ നമുക്ക് ചാമ്പ്യൻഷിപ്പ്, നമുക്ക് യോഗയ്ക്ക് ചാമ്പ്യൻഷിപ്പ്, മെൻ വിമൻ യോഗ, പിന്നെ ബാസ്ക്കറ്റ് ബോൾ നമുക്ക് പിന്നെ ഫസ്റ്റ് റണ്ണറപ്പ് മെൻ ആൻഡ് വിമൻ ബാസ്ക്കറ്റ് ബോൾ, പിന്നെ ജിംനാസ്റ്റിക്സ് ഫസ്റ്റ് റണ്ണറപ്പ്, പിന്നെ നമുക്ക് കിട്ടാറുള്ള വേറെ റെഗുലർ കിട്ടാറുള്ള ടഗ് ഓഫ് വാറാണ്. മെന്നും വിമനും ചാമ്പ്യൻഷിപ്പോ അല്ലെങ്കിൽ റണ്ണറപ്പോ സ്ഥിരമായിട്ട് കിട്ടുന്നതാണ്. അതുപോലെ പിന്നെ സ്വിമ്മിങ്, അത്ലറ്റിക്, എല്ലാ ഐറ്റംസും ഇല്ല. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മത്സരം നടക്കുമ്പോൾ ഡോൺ ബോസ്കോ കോളേജിൽ നിന്ന് കുട്ടികൾ മത്സരിക്കുന്നുണ്ടോ എന്ന് മത്സരാർത്ഥികൾ അതോടൊപ്പം തന്നെ കൊണ്ടുവരുന്ന കാരണം ഡോൺ ബോസ്കോയിൽ നിന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ടി വരും. കാരണം അവര് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത് എന്നുള്ളത്. അതെ, ഇവിടെ ട്രെയിനിങ്, സ്പോർട്സിന് ട്രെയിനിങ്ങിൻ്റെ നമുക്ക് ഫുൾ ടൈം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുണ്ട്, സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ യൂണിവേഴ്സിറ്റി കലോത്സവം നടക്കുന്നതിന് മുൻപ് 2 മാസത്തോളം നമ്മൾ ഇവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണലായിട്ടുള്ള ട്രെയിനിങ് കൊടുത്ത് അവരെ ഒരു നിലവാരം ഉറപ്പാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ കൊണ്ടുപോകുന്നത്. ഇതിപ്പം അടുത്തായല്ലോ അല്ലേ? ഇനിയിപ്പം ഫെബ്രുവരി 7 മുതൽ 11 തീയതി വരെയാണ് ഇവിടെ മുന്നാട് പീപ്പിൾസ് കോളേജിൽ വെച്ച് ഈ വർഷം യൂണിവേഴ്സിറ്റി കലോത്സവം നടക്കുന്നത്. ഈ കോളേജിൽ നിന്നും 59 ഇനങ്ങളിൽ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. ഏകദേശം 175 കുട്ടികളാണ് മത്സരിക്കാൻ വേണ്ടി അവിടെ പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ വർഷത്തെ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ഒരുങ്ങി പോകുന്നത്. അപ്പോൾ അച്ഛൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഈ ഡോൺ ബോസ്കോ ഫാമിലിയിൽ കക്ഷി രാഷ്ട്രീയം ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ യൂണിയൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സാർ? കക്ഷി രാഷ്ട്രീയം ഇല്ലാതെയാണ് ഇവിടെ യൂണിയൻ തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. പക്ഷേ മറ്റ് കോളേജിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു മോഡ് ഓഫ് ഇലക്ഷനാണ് ഇവിടെ. പ്രസിഡൻഷ്യൽ മോഡാണ്. മറ്റ് കോളേജുകളിൽ നടത്താറുള്ളത് പിന്നെ ഔദ്യോഗികമായിട്ട് എല്ലാ കോളേജുകളിലും പ്രസിഡൻഷ്യൽ മോഡാണ്, പക്ഷേ കക്ഷി രാഷ്ട്രീയമുണ്ട്. പക്ഷേ വേറെ ഏതാനും കോളേജുകളിൽ നടത്തുന്നത് പാർലമെൻ്ററി മോഡാണ്. പാർലമെൻ്ററി മോഡെന്ന് പറയുന്നത് ഓരോ ക്ലാസ്സിൽ നിന്നും പ്രതിനിധികളെ തിരഞ്ഞെടുത്തിട്ട് ആ പ്രതിനിധികൾ മാത്രം ഇരുന്ന് വോട്ട് ചെയ്ത് സീക്രട്ട് ബാലറ്റിലൂടെ യൂണിയൻ ചെയർമാൻ, വൈസ് ചെയർപേഴ്സൺ അങ്ങനെ തിരഞ്ഞെടുക്കും. പക്ഷേ നമ്മുടെ സിസ്റ്റം വ്യത്യസ്തമാണ്. ഈ കോളേജിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും വോട്ടവകാശം നമ്മൾ കൊടുക്കുന്നു, സീക്രട്ട് ബാലറ്റ്. അപ്പോൾ കുട്ടികൾ മത്സരിക്കാനായിട്ട് അവർ സാധാരണ നോമിനേഷൻ കൊടുക്കുന്ന പോലെ നോമിനേഷൻ കൊടുക്കുന്നു. പക്ഷേ കുട്ടികൾക്ക് കമ്പൈൻഡ് ക്യാമ്പയിൻ ഇല്ല. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഒരുമിച്ച് പോയിട്ട് വോട്ട് ചോദിക്കുന്നത് ഇവിടെ അനുവദിക്കത്തില്ല. ഓരോ കുട്ടിക്കും സ്വതന്ത്രമായിട്ട് ഒറ്റയ്ക്ക് പോയി മറ്റുള്ളവരോട് വോട്ട് ചോദിക്കാം.
അങ്ങനെ ഒരു നിബന്ധന വെക്കാനുള്ള കാരണം എന്താണ്? നമ്മൾ ഇലക്ഷൻ്റെ തലേദിവസം മീറ്റ് ദ കാൻഡിഡേറ്റ് പ്രോഗ്രാം ഇവിടെ കോളേജിൽ ക്യാമ്പസിൽ നമ്മൾ വർഷങ്ങളായിട്ട് നടത്തുന്നുണ്ട്. കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് അധ്യാപകരും അനധ്യാപകരും എല്ലാ കുട്ടികളും ഒരുമിച്ചിരിക്കുന്നു. സ്റ്റേജിൽ വേദിയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ എല്ലാവരും, അവർക്ക് നിശ്ചിത സമയം കൊടുത്തിട്ടുണ്ട്. അവർക്ക് സംസാരിക്കാനായിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ സംസാരിക്കാം. അവർക്ക് അവരുടെ മാനിഫെസ്റ്റോ, ഓരോരുത്തരുടെയും മാനിഫെസ്റ്റോ, അവർ പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ എന്നുള്ള വാക്ക് ഉപയോഗിക്കില്ല. ഞാൻ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷിക്കാം. പ്രസംഗത്തിൽ 2 പ്രധാനപ്പെട്ട കണ്ടീഷൻ വെച്ചിരിക്കുന്നത് കക്ഷി രാഷ്ട്രീയം പരോക്ഷമായോ പ്രത്യക്ഷമായോ ഉണ്ടാവരുത്. രണ്ടാമത്തെ കണ്ടീഷൻ മതം സ്പർശിക്കരുത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത് മാത്രം വിശദീകരിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഓരോ പ്രസംഗം കഴിഞ്ഞിട്ടും ഓഡിയൻസിന്, അവിടെ സദസ്സിരിക്കുന്ന കുട്ടികൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളായിരിക്കും മത്സരരംഗത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ കുട്ടികളുടെ ഈ മീറ്റ് കാൻഡിഡേറ്റ് പ്രോഗ്രാമിൽ ഉള്ള പ്രകടനം വിലയിരുത്തിക്കൊണ്ടാണ് റിസൾട്ട് വരുന്നത്. അതല്ലാതെ കക്ഷിരാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കുട്ടി പോലും ഈ 2002 മുതലുള്ള ഈ കോളേജ് ചരിത്രത്തിൽ ജയിച്ചിട്ടില്ല. മികവിൻ്റെ മാനദണ്ഡം വെച്ച് മാത്രമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ഈ മീറ്റ് ദി കാൻഡിഡേറ്റിൽ നമ്മളിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് അടിസ്ഥാനത്തിൽ ഇലക്ഷൻ നടക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ മേജർ സീറ്റിൽ മത്സരിക്കുന്നവർ മാത്രമാണോ മീറ്റ് ദി കാൻഡിഡേറ്റ് പങ്കെടുക്കുന്നത്? അല്ല, മീറ്റ് ദ കാൻഡിഡേറ്റ് പ്രോഗ്രാമിൽ മത്സരാർത്ഥി എല്ലാ പോസ്റ്റുകളും ഡിപ്പാർട്ട്മെൻറ്റ് ബേസ് എല്ലാം. അത് പിന്നെ ഫസ്റ്റ് ഇയർ റെപ്രസെൻറ്റേറ്റീവ്, സെക്കൻഡ് ഇയർ റെപ്രസെൻറ്റേറ്റീവ്, തേർഡ് ഇയർ റെപ്രസെൻറ്റേറ്റീവ്, PG റെപ്രസെൻറ്റേറ്റീവ്, ആർട്സ്, സ്പോർട്സ് എല്ലാം അവരെല്ലാവരും ഒരുമിച്ച് വേദിയിൽ ഇരിക്കുന്നു. ഓരോരുത്തരും വന്ന് അവരുടെ പിന്നെ മാനിഫെസ്റ്റോ അവർ അവതരിപ്പിക്കുന്നു, ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നു. അപ്പോൾ ഇപ്പോൾ പിന്നെ 2 മണിക്കൂർ പരിപാടിയാണത്. ഉച്ചയ്ക്ക് 1:30 തൊട്ട് 3:30 വരെയാണ്. ആ 2 മണിക്കൂർ കൊണ്ട് ഓരോ കുട്ടിയെയും വിലയിരുത്തുവാനായിട്ടുള്ള അവസരമാണ് പിന്നെ കലാലയത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും കിട്ടുന്നത്. അതിനനുസൃതമായിട്ടുള്ള വോട്ടാണ് പിറ്റേ ദിവസം ഇലക്ഷനിൽ പ്രതിഫലിക്കുന്നത്. അപ്പോൾ അച്ഛാ, ഈ ഒരു സംഭവത്തിൽ അച്ഛന് മറക്കാൻ പറ്റാത്ത, മീറ്റ് ദി കാൻഡിഡേറ്റിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ആരെങ്കിലും പ്രസംഗത്തിൽ സംസാരിച്ചിട്ടുണ്ടോ? അച്ഛന് മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആ കുട്ടിയുടെ കാഴ്ചപ്പാടിൽ? അപ്പോൾ ഈ പ്രസംഗ സമയത്ത് നമ്മൾ പിന്നെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ഈ ജയിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും മത്സരിക്കുന്നത്. അപ്പോൾ ദിവസങ്ങളോളം പിന്നെ ഈ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടീം തന്നെ ഉണ്ട്. അധ്യാപകരല്ല, വിദ്യാർത്ഥികൾ തന്നെ അവരുടെ ഫ്രണ്ട്സ് ചർച്ച ചെയ്ത് തന്നെ പ്രസംഗം പിന്നെ എഴുതി കൊടുക്കുന്നു, തിരുത്തി കൊടുക്കുന്നു, പിന്നെ പറയിപ്പിക്കുന്നു. അങ്ങനെ പ്രൊഫഷണലായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തതിന് ശേഷമാണ് അവർ വേദിയിൽ വന്ന് പ്രസംഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള നിലവാരമാണ് മീറ്റ് ദ കാൻഡിഡേറ്റ് പ്രോഗ്രാമിൽ. ഒരുപക്ഷെ നമ്മൾ പിന്നെ മുൻവിധിയോട് കൂടിയിട്ട് അവൾക്ക് വേദിയിൽ വന്ന് സംസാരിക്കാനായിട്ട് കഴിയുമോ എന്നൊക്കെ നമ്മൾ ആശങ്കയോട് കൂടിയിട്ട് വിലയിരുത്തിയ പല കുട്ടികളും എല്ലാവരും അത്ഭുത സ്തബ്ധരാക്കുന്ന രീതിയിലാണ് പ്രസംഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ മീറ്റ് ദ കാൻഡിഡേറ്റ് പ്രോഗ്രാമും കാണികൾക്ക്, അധ്യാപകർക്ക്, പ്രത്യേകിച്ച് വർഷങ്ങളോളം ഇവിടെയുള്ള അധ്യാപകർക്ക് അത്ഭുതമാണ്. നമ്മൾ ഈ കോളേജിൽ അച്ഛന് മറക്കാൻ പറ്റാത്ത അനുഭവം എന്താ? ഇവിടെ എനിക്ക് ഈ കോളേജിൽ പിന്നെ അനുഭവപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കോളേജ് ഒരു സ്വാശ്രയ കോളേജാണ്. കുട്ടികൾ പൈസ കൊടുത്തിട്ടാണ് പഠിക്കുന്നത്. പക്ഷേ ഈ കോളേജിനോട് വൈകാരികമായിട്ടുള്ള ബന്ധം ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന എല്ലാ കുട്ടികൾക്കും ഉണ്ട്. അതുകൊണ്ട് പിന്നെ കുട്ടികൾ വളരെയധികം അറ്റാച്ച്ഡാണ് ഈ സ്ഥാപനത്തോട്. അപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ആത്മസംതൃപ്തി നൽകുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്, കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ഒന്നാമതായിട്ട് അവർക്ക് ഡോൺ ബോസ്കോയിൽ ഇത്രമാത്രം അവസരങ്ങളും അതോടൊപ്പം തന്നെ എക്സ്പോഷറും കിട്ടുന്നതുകൊണ്ട് അവരെല്ലാവരും ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തുടർപഠനത്തിന് പോയിട്ടുള്ളത്. അത് വളരെ സന്തോഷകരമായിട്ടുള്ള, അഭിമാനകരമായിട്ടുള്ള ഒരു സത്യമാണ്.
രണ്ടാമതായിട്ട് ഈ കോളേജിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഈ സ്ഥാപനത്തോടുള്ള അറ്റാച്ച്മെൻ്റ് ഉള്ളതുകൊണ്ട് അവർ എപ്പോഴൊക്കെ വീട്ടിൽ വരുന്നോ ഈ കോളേജിൽ വന്ന് കണ്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഈ ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ കലാലയത്തിൽ എല്ലാ വർഷവും പിന്നെ വിവിധ ഫെസ്റ്റുകൾ നടത്താറുണ്ട്. ജേർണലിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന ഫെസ്റ്റാണ് ഡിസ്ക്, ഡോൺ ബോസ്കോ ഇൻ്റർനാഷണൽ സിൽവർ സ്ക്രീൻ കാർണിവൽ. പിന്നെ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സംഘടിപ്പിക്കുന്ന ഫെസ്റ്റാണ്, ഇൻ്റർ കോളേജിയറ്റ് ഫെസ്റ്റാണ് ഇക്വിനോക്സ് മാനേജ്മെൻറ്റ് ഫെസ്റ്റ്. പിന്നെ ഈ വർഷം സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് പുതുതായിട്ട് ഫെബ്രുവരിയിൽ തുടങ്ങാൻ പോകുന്ന ഫെസ്റ്റാണ് സൈപ്പിൾസ്, സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്. ഇതെല്ലാം നാഷണൽ ഫെസ്റ്റുകളാണ്. പിന്നെ എല്ലാ വർഷവും സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് റിസൈസർ എന്ന് പറയുന്ന നാഷണൽ കോൺഫറൻസും ഫെസ്റ്റ് നടത്തുന്നുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ഓർഗനൈസ് ചെയ്യുന്ന വേറൊരു ഫെസ്റ്റാണ് ഇൻസ്പയറോ. അപ്പോൾ ഈ കോളേജിൽ എന്തെന്നില്ലാത്ത ത്രില്ലിൻ്റെ അനുഭവങ്ങളുടെ പരമ്പരയാണ് കുട്ടികൾക്ക് കിട്ടുന്നത്. ഓരോ പ്രാവശ്യവും ഈ ഫെസ്റ്റ് നടക്കുന്ന സമയത്ത് കുട്ടികൾ എല്ലാവരും, ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കുട്ടികളെല്ലാവരും പിന്നെ ഒരുമിച്ച് ഒരു ടീമായിട്ട് വർക്ക് ചെയ്ത് അത് ഏറ്റവും ബെസ്റ്റാക്കുന്ന ഒരു പൈതൃകമാണ് ഈ കോളേജിലുള്ളത്. അപ്പോൾ ഓർമ്മയിൽ എപ്പോഴും കുട്ടികൾ പഠിച്ചിറങ്ങുമ്പോഴും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള അധ്യാപകർക്കും അച്ഛന്മാർക്കും ഒക്കെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്നത് വലിയ സംഭവങ്ങളായിട്ട് മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്നത് ഈ ഫെസ്റ്റുകളാണ്. ആ ഫെസ്റ്റുകൾ ഓർഗനൈസ് ചെയ്ത് അതിൻ്റെ ഫണ്ട് കണ്ടെത്തുന്ന കുട്ടികൾ തന്നെയാണ്. കുട്ടികൾ തന്നെയാണ്. അപ്പം ഫെസ്റ്റുകളൊക്കെ 10 ലക്ഷത്തിനും 11 ലക്ഷം രൂപ ചിലവ് വരുന്നുണ്ട്. അതെല്ലാം കുട്ടികൾ മുൻകൈ എടുത്തുകൊണ്ട്, അതുകൊണ്ട് അവർക്കും എന്തെന്നില്ലാത്ത സാറ്റിസ്ഫാക്ഷനാണ്. അതേപോലെ തന്നെ അച്ഛൻ ഇപ്പം സന്തോഷത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ പറഞ്ഞു. അച്ഛൻ ഏറ്റവും വിഷമിപ്പിച്ചത് ഈ ഒരു ഇത്രയും വർഷക്കാലം ഇവിടെ ഈ ഡോൺ ബോസ്കോയുടെ ഒരു അമരത്ത് അച്ഛനുണ്ട്, അച്ഛൻ ഏറ്റവും വിഷമിപ്പിച്ച സംഭവം എന്താണ് അച്ഛൻ? എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിട്ടുള്ള ഒന്ന്, ഈ കഴിഞ്ഞ വർഷം, കഴിഞ്ഞ ഏപ്രിൽ മാസം ഇവിടെ നിന്നും പഠനം പൂർത്തിയാക്കിയിട്ട് അവധിക്കാലത്ത് മലയാറ്റൂർ തീർത്ഥാടനത്തിന് പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് വയനാട്ടിൽ വെച്ച് ഒരു കാർ അപകടത്തിൽ 3 കുട്ടികൾ മരിച്ചു. ആ 3 കുട്ടികൾ ഏറ്റവും നല്ല, ഈ കോളേജിൽ പഠിക്കുന്ന നമുക്ക് എന്ത് കാര്യത്തിലും ആശ്രയിക്കാൻ പറ്റിയ കഴിവും മികവുമുള്ള കുട്ടികളായിരുന്നു. 2 പേര് പിന്നെ ബികോം കമ്പ്യൂട്ടർ പഠിച്ച് പുറത്തിറങ്ങാൻ പോകുന്ന കുട്ടികളായിരുന്നു. ഒരാൾ BCA. അതുമായിട്ട് പൊരുത്തപ്പെട്ട്, ആ കടുത്ത യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് ഒത്തിരിയേറെ കഷ്ടപ്പെടേണ്ടി വന്നു. കാരണം എല്ലാവർക്കും പ്രിയപ്പെട്ട 3 വിദ്യാർത്ഥികളായിരുന്നു അപകടത്തിൽ മരിച്ചിട്ടുള്ളത്. ആ നാടിനെ തന്നെ കണ്ണീരിലാഴ്ത്തിയ, അങ്ങാടിക്കടവിനല്ല, ഇപ്പോൾ മലയോര മേഖലയിൽ തന്നെ കണ്ണീരിലാഴ്ത്തിയ ഒരു വലിയൊരു സംഭവം തന്നെയായിരുന്നു അത്. അതേപോലെ തന്നെ അച്ഛൻ നമ്മൾ കേരളത്തിലെ വിദ്യാർത്ഥികളല്ലാതെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളൊക്കെ നമ്മൾ ഡോൺ ബോസ്കോയിലില്ലേ? ഏതൊക്കെ സംസ്ഥാനങ്ങളിലുള്ള? ഈ ഡോൺ ബോസ്കോയിൽ പ്രധാനമായിട്ട് കൂടുതൽ കുട്ടികൾ വരുന്നത് നോർത്ത് ഈസ്റ്റിൽ നിന്നാണ്. നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ആസാം, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഇന്ത്യയിൽ ഡോൺ ബോസ്കോ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഒരു ആഗോള പ്രസ്ഥാനമാണ്. 134 രാജ്യങ്ങളിൽ ഡോൺ ബോസ്കോ സ്ഥാപനങ്ങളുണ്ട്. ഞങ്ങളുടെ ആസ്ഥാനം റോമിലാണ്. ഈ 134 രാജ്യങ്ങളിലുമുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും പേര് ഡോൺ ബോസ്കോയാണ്. ഡോൺ ബോസ്കോ സ്ഥാപകനാണ്. 1888 ജനുവരി 31 ഡോൺ ബോസ്കോ മരിച്ചത്. ഇറ്റാലിയൻ വിശുദ്ധനാണ്. ഇപ്പം ഇന്ത്യയിൽ ഡോൺ ബോസ്കോയ്ക്ക് 298 സ്കൂളുകളുണ്ട്. ഏകദേശം എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ നഗരങ്ങളിലും ഡോൺ ബോസ്കോയുടെ സ്കൂളുകൾ പ്രധാനമായിട്ട്, അല്ലെങ്കിൽ കോളേജുകൾ. ഇന്ത്യയിൽ 58 കോളേജുകളുണ്ട് ഡോൺ ബോസ്കോയ്ക്ക്. ഇന്ത്യയിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ആസാം ഡോൺ ബോസ്കോ യൂണിവേഴ്സിറ്റി. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ അവിടെ കോളേജുകൾ, ഉന്നത നിലവാരം നിലനിർത്തുന്ന കോളേജുകൾ ശുഷ്കമാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും മികച്ച കോഴ്സുകൾ കേരളത്തിൽ ഓഫർ ചെയ്യുന്ന
ഒരു സ്ഥാപനമായതുകൊണ്ട് ജേർണലിസം പഠിക്കാനായിട്ട്, സോഷ്യൽ വർക്ക് പഠിക്കാനായിട്ട്, സൈക്കോളജി പഠിക്കാനായിട്ട് കുട്ടികൾ അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ വർഷം മണിപ്പൂരിൽ നിന്ന് നമ്മൾ പിന്നെ യൂണിവേഴ്സിറ്റി മുഖാന്തരം MSWയിലേക്ക് 2 കുട്ടികൾ യൂണിവേഴ്സിറ്റി അയച്ചിട്ടുണ്ട്. പിന്നെ BA ഇംഗ്ലീഷിലേക്ക് 3 പെൺകുട്ടികൾ വന്നിട്ടുണ്ട്. ആ 5 കുട്ടികളെയും നമ്മൾ ഫ്രീ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. അവർക്ക് അക്കോമഡേഷൻ ഫ്രീ ആണ്, അവർക്ക് ഫുഡ് ഫ്രീ ആണ്. അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഡോൺ ബോസ്കോയിലെ മാനേജ്മെൻറ്റാണ് ചെയ്തു കൊടുക്കുന്നത്. കർണാടകയിൽ നിന്ന് കുട്ടികൾ പഠിക്കുന്നുണ്ട്, ആന്ധ്രയിൽ നിന്ന് കുട്ടികൾ, തമിഴ്നാട്ടിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പല വർഷങ്ങളിലായിട്ട് ഇവിടെ പഠിച്ചിട്ടുണ്ട്, ഇപ്പോഴും പഠിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചു. കോളേജിനെ സംബന്ധിച്ചിടത്തോളം കുഗ്രാമം എന്ന് തുടങ്ങി. പക്ഷേ ഇതിപ്പോൾ ഒരു കുഗ്രാമമല്ല, ഇതിപ്പോൾ ശരിക്കൊരു സിറ്റി തന്നെയായി മാറിയിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ കോളേജാണ്. അപ്പോൾ അച്ഛൻ ആദ്യം നമ്മൾ തുടങ്ങി വെച്ച പോലെ തന്നെ അച്ഛൻ 33 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് അച്ഛൻ പറഞ്ഞല്ലോ. അപ്പോൾ അവാർഡും കാര്യങ്ങളൊക്കെ എങ്ങനെ? അച്ഛൻ ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് പുസ്തകം എഴുത്തുമായി ബന്ധപ്പെട്ട്. ഞാൻ പിന്നെ ഡോൺ ബോസ്കോ മാസിക ഏറ്റെടുത്തു. ഇംഗ്ലീഷിൽ ചിന്തിച്ചിരുന്ന ഞാൻ മലയാളത്തിലേക്ക് ചിന്തിക്കുവാൻ നിർബന്ധിതനായി. മാസികയുടെ എഡിറ്ററായിട്ട് ഞാൻ 2001 മുതൽ 18 വർഷത്തിലധികം എഡിറ്ററായിരുന്നു. അപ്പോൾ സമകാലിക വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആധികാരികമായിട്ടുള്ള സ്ഥിതിവിവരക്കണക്കുകൾ, സമകാലിക സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് പ്രചോദനാത്മകമായിട്ടുള്ള ശൈലിയിൽ എഴുതുകയുണ്ടായി. അങ്ങനെ എൻ്റെ എല്ലാ പുസ്തകങ്ങളും ബെസ്റ്റ് സെല്ലേഴ്സാണ്. കാരണം മറ്റ് പുസ്തകങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഫാക്ട്സ് വെച്ചിട്ട് ആണ്, ഗവേഷണാധിഷ്ഠിതമായിട്ടുള്ള ലേഖനങ്ങളാണ്. അപ്പം അതുകൊണ്ട് പിന്നെ പ്രഭാഷണം നടത്തുന്ന ആളുകൾക്ക്, ഏതെങ്കിലും ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിവരങ്ങൾ തേടുന്നവർക്ക് ആശ്രയിക്കാൻ പറ്റിയ കൃത്യതയുള്ള ലേഖനങ്ങളാണ് എൻ്റെ ലേഖനങ്ങൾ. കാരണം ഞാൻ പഠിച്ചിട്ടാണ് ഓരോ ലേഖനവും എഴുതുന്നത്. അപ്പോൾ ഇതിൻ്റെ അംഗീകാരമായിട്ടാണ് ഷാലോം മീഡിയ എനിക്ക് 2019 മലയാളത്തിലെ ഏറ്റവും മികച്ച പ്രചോദനാത്മക എഴുത്തുകാരനുള്ള അവാർഡ് എനിക്ക് 2019. അപ്പോൾ അത് കോഴിക്കോട് വെച്ചായിരുന്നു എനിക്ക് കിട്ടിയത്. അത് വലിയൊരു അംഗീകാരം ആയിരുന്നു. കാരണം മോസ്റ്റ് ഇൻസ്പയറിംഗ് റൈറ്റർ ഇൻ മലയാളം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ്. ഈ നേട്ടത്തെ ഞാൻ ദൈവാനുഗ്രഹമായിട്ട് കാണുന്നത്. കാരണം ഒരു കുഗ്രാമത്തിൽ ജനിച്ചു, മലയാളം മീഡിയത്തിൽ പഠിച്ചു. പക്ഷേ ഡോൺ ബോസ്കോയിൽ വന്നതിന് ശേഷമാണ് വഴിത്തിരിവുകൾ ഉണ്ടായിട്ടുള്ളത്. എൻ്റെ കഴിവും മികവും കണ്ടെത്തിയത് ഡോൺ ബോസ്കോ മേലധികാരികളാണ്. എൻ്റെ കഴിവിനനുസരിച്ചുള്ള പഠനത്തിന് എന്നെ വിട്ടു. അതിനുശേഷം ആ പഠനത്തിനനുസൃതമായിട്ട് മുന്നേറാൻ വേണ്ട ഒരു ഇടത്തേക്ക് കൊണ്ടുവന്നു, അങ്ങാടിക്കടവിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ കടപ്പെട്ടിരിക്കുന്നത് ഡോൺ ബോസ്കോയിലെ സലേഷ്യൻ കോൺഗ്രിഗേഷനിലെ സന്യാസഭയിലെ മേലധികാരികളോടാണ്. അപ്പോൾ അച്ഛാ, നമ്മുടെ ഇവിടെ ഇപ്പോൾ 18 വർഷക്കാലമായല്ലോ, ഇവിടുത്തെ അധ്യാപകരുടെയും സ്റ്റാഫുകളുടെയും ഒക്കെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അച്ഛന് ലഭിക്കുന്നു. അതിനെക്കുറിച്ച് ഇവിടെ ഒന്നാമതായിട്ട് അച്ഛന്മാർ, എല്ലാ വർഷവും ഏകദേശം 10 അച്ഛന്മാരാണ് ഈ കോളേജ് നടത്തുവാൻ വേണ്ടിയിട്ട് പ്രൊവിൻഷ്യൽ അയക്കാറുള്ളത്. എല്ലാവരും ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ഒരാളുടെ നേട്ടമല്ല, മറിച്ച് ഒരു ടീമിൻ്റെ നേട്ടമാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് മാത്രം വിചാരിച്ചാൽ കോളേജ് വളരില്ല. ഒപ്പം നിൽക്കേണ്ടത് രണ്ടാമതായിട്ട് അധ്യാപകരും അനധ്യാപകരുമാണ്. ഇവിടെയുള്ള അധ്യാപകരും അനധ്യാപകരും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നിറഞ്ഞു നിൽക്കുന്ന ഒരു കലാലയമായതുകൊണ്ട് രാവിലെ 9:30 മുതൽ 3:30 വരെയും സിലബസ് തീർക്കാൻ വേണ്ടിയിട്ട് മാത്രം വരുന്ന ആളുകളല്ല ഇവിടുത്തെ അധ്യാപകർ. മറിച്ച് ഈ കോളേജിൻ്റെ പോളിസി, നയം, അത് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ കോളേജിൽ നിന്നും വരുന്ന കുട്ടികൾ തിരിച്ചു പോകുമ്പോൾ എന്തെന്നില്ലാത്ത ആത്മസംതൃപ്തിയോടെ പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ കഴിവുകൾ കണ്ടെത്തുകയും വികസിപ്പിച്ചെടുക്കണം എന്നുള്ള നിലപാട് അവർ തന്നെ സ്വയം സ്വീകരിച്ചുകൊണ്ട്
അവർ ഈ പ്രാക്ടീസ് നടക്കുന്ന സമയത്ത് 3:30-ക്ക് ശേഷം അധ്യാപകർ ചിലപ്പോൾ രാത്രി 11 മണി വരെ 12 വരെ വിദ്യാർത്ഥികളോടൊപ്പം ഉണ്ട്. ഇവിടെ പിന്നെ 5:30 വരെയും കോളേജിലെ കുട്ടികൾക്ക് കളിക്കാനായിട്ടും 3:30 കഴിഞ്ഞ് 2 മണിക്കൂറുണ്ട്. ആ സമയത്ത് അധ്യാപകരിവിടെ ഉണ്ട്, കൂടെയുണ്ട്, അധ്യാപകർ ഉണ്ട്. മറിച്ച് അതോടൊപ്പം തന്നെ മറ്റ് ഫെസ്റ്റുകൾ നടക്കുമ്പോൾ, അതല്ല എങ്കിൽ യൂണിവേഴ്സിറ്റി കലോത്സവവുമായിട്ട് ബന്ധപ്പെട്ട പരിശീലനം നടക്കുമ്പോൾ ആ പരിശീലകരോടൊപ്പം കുട്ടികൾ പിന്നെ ട്രാക്ക് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ പ്രസൻസാണ് നമ്മുടെ പ്രധാന ഫോക്കസ്. അധ്യാപകർ കുട്ടികളോടൊപ്പം ഉണ്ടെങ്കിൽ കുട്ടികൾ വഴിതെറ്റിപ്പോവില്ല, ഒരേ ട്രാക്കിൽ അങ്ങ് പൊക്കോളും. അങ്ങനെയുള്ള ഒരു സാന്നിധ്യം ഉറപ്പാക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഊഷ്മളമായിട്ടുള്ള ബന്ധം മാനേജ്മെൻറ്റും അധ്യാപകരും തമ്മിലുണ്ടാവണം. ആ കുടുംബാന്തരീക്ഷം തന്നെയാണ് ഈ കലാലയത്തെ ഈ ലെവലിലേക്ക് ഉയർത്തിയിട്ടുള്ളത്. അപ്പോൾ അച്ഛൻ ഒരുപാട് വിശേഷങ്ങളാണ് ഇപ്പോൾ നമ്മളോട് പങ്കുവെച്ചത്. ചുരുങ്ങിയ സമയം കൊണ്ടാണ്. അച്ഛൻ അവസാനമായിട്ട് ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ. അച്ഛന് പുതുതലമുറയോട് ഇപ്പം എല്ലാം സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. അപ്പോൾ പുതുതലമുറയോട് അച്ഛന് കൊടുക്കാൻ ഉള്ള മെസ്സേജ് എന്താണ്? എനിക്ക് യുവതി യുവാക്കളോട് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 2002 മുതൽ ഞാൻ യുവതി യുവാക്കളോടൊപ്പമായിരുന്നു ഈ കലാലയത്തിൽ. 2012 മുതൽ 2015 വരെയും ഞാൻ PhD ചെയ്യാൻ വേണ്ടി തിരുവനന്തപുരത്ത് പോയി. ആ സമയത്തും എല്ലാ മാസവും ഞാൻ ഒരാഴ്ച ഇവിടെ വന്ന് ജേർണലിസം കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമായിരുന്നു. അപ്പോൾ ഈ യുവതി യുവാക്കളോടൊപ്പമുള്ള എൻ്റെ യാത്രയിൽ നിന്നും ഉള്ള തിരിച്ചറിവ്, അതാണ് ഞാൻ യുവതി യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്. ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള 3 വർഷം അല്ലെങ്കിൽ 5 വർഷങ്ങളാണ് ഡിഗ്രി പഠനവും അതോടൊപ്പം തന്നെ ബിരുദാനന്തര ബിരുദ പഠനവും. അപ്പോൾ തീർച്ചയായിട്ടും വഴിതെറ്റിപ്പോകുവാനായിട്ടുള്ള പ്രലോഭനങ്ങളും അതോടൊപ്പം തന്നെ സാഹചര്യങ്ങളും അവസരങ്ങളും ഒക്കെ ഉണ്ടാകുന്ന വർഷങ്ങളാണത്. ഈ കാലഘട്ടത്തിൽ എന്തായാലും ചാബല്യങ്ങൾ സ്വാഭാവികമാണ്, എടുത്തിയാട്ടം സ്വാഭാവികമാണ്, പിന്നെ സാഹസികത ഈ പ്രായത്തിൻ്റെ അനന്യതയാണ്. അപ്പോൾ ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് ഓരോ തീരുമാനമെടുക്കുമ്പോഴും ആ തീരുമാനവുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യാഘാതങ്ങളെപ്പറ്റി ചിന്തിച്ചിട്ട് പോയിട്ടില്ല എങ്കിൽ ഹിമാലയൻ അബദ്ധങ്ങളിലായിരിക്കും, ഒരിക്കലും തിരുത്താൻ പറ്റാത്ത വലിയ അബദ്ധങ്ങളിലായിരിക്കും ചെന്ന് ചാടുക. അതുകൊണ്ട് സൂക്ഷ്മതയോടെ, ജാഗ്രതയോടെ, ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടാവണം യുവതി യുവാക്കൾ പ്രത്യേകിച്ച് ഈ പരീക്ഷണ കാലഘട്ടത്തിൽ, ഈ എടുത്തിയാട്ടത്തിൻ്റെ ഈ പ്രായത്തിൽ, ഈ ചാബല്യങ്ങളുടെ ഈ സമയത്ത് മുന്നോട്ട് പോകേണ്ടത്. രണ്ടാമതായിട്ട് എനിക്ക് എല്ലാ യുവതി യുവാക്കളോടും പറയുവാനായിട്ടുള്ളത്, യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ സ്കോർ ചെയ്യുക എന്നത് മാത്രമല്ല പ്രധാനം, അതോടൊപ്പം തന്നെ ജീവിത പരീക്ഷണങ്ങൾ അതിജീവിക്കാൻ അനിവാര്യമായിട്ടുള്ള 6ാം ഇന്ദ്രിയം സ്വായത്തമാക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു അനുഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് എനിക്ക് ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്യപ്പെട്ടത്. അതൊരു ഷോക്കിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും സ്വാഭാവികമായിട്ട് എല്ലാവർക്കും. ക്യാൻസർ എന്ന് പറയുന്നത് എല്ലാവരും പേടിക്കുന്ന ഒരു രോഗമാണ്. അപ്പോൾ ക്യാൻസർ വന്ന സമയത്ത് ഞാൻ ആ ക്യാൻസറിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുള്ളത് പിന്നെ മറ്റുള്ളവർക്ക് പ്രചോദനമാകും എന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഞാനിത് പിന്നെ എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ ക്യാൻസർ സ്വാഭാവികമായിട്ടും പേടിക്കുന്ന ഒരു രോഗമായതുകൊണ്ട് അത് രഹസ്യമായിട്ട് വയ്ക്കുന്ന ഒരു പൊതുപ്രവണതയാണ് ഉള്ളത്. പക്ഷേ ഞാൻ ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഇത്. ഞാൻ എൻ്റെ പുഞ്ചിരിക്കുന്ന ഒരു ഫോട്ടോ വെച്ച് സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഡയഗ്നോസ് വിത്ത് ക്യാൻസർ. എൻ്റെ പുഞ്ചിരിക്കുന്ന ഫോട്ടോ, അതിന് താഴെ ഒരു കുറിപ്പും. ആ കുറിപ്പിൽ ഇതാണ്: സ്ട്രോങ്, ഫേം ആൻഡ് പ്രിപ്പയർഡ്. സുശക്തം, സുദൃഢം, സുസജ്ജം. ഐ എം പ്രിപ്പയർഡ്. ഞാൻ എന്തിനും റെഡിയായിട്ട് സുശക്തനായിട്ടാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെ അതിൻ്റെ താഴെ നിങ്ങളുടെ പ്രാർത്ഥനയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ സാധാരണ നിലയിലേക്ക് തിരിച്ചു വരും എന്ന് അടിക്കുറിപ്പായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷോക്ക്, ഒന്ന് സൂപ്പർ. ഒന്ന് ഷോക്ക് കാരണം ഇത്ര ആക്റ്റീവായിട്ട് നടക്കുന്ന ആൾക്ക് ക്യാൻസർ ഷോക്കാണ്. രണ്ടാമതായിട്ട് സർപ്രൈസ്. എല്ലാവരും അത്ഭുതപ്പെട്ടു. കാരണം എന്താണ്,
സാധാരണ മറച്ചു വയ്ക്കുന്ന ഈ രോഗം ഇതാ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ മിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു. ഓണത്തിൻ്റെ അവധിക്ക് ഓഗസ്റ്റ് 26-ാം തീയതിയാണ് എൻ്റെ സർജറി നടത്തുന്നതിന് മുൻപ് ഡോക്ടർ പറഞ്ഞിരുന്നു 10 ദിവസം ആശുപത്രിയിൽ കിടക്കേണ്ടി വരും. പക്ഷേ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞു ഡിസ്ചാർജ് ചെയ്ത് പൊക്കോളെ. അത്ഭുതകരമായിട്ടുള്ള തിരിച്ചുവരവാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ 9 ദിവസം പിന്നെ സ്റ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എൻ്റെ സിസ്റ്റർ വീട്ടിൽ കിടന്നു. 9 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ സ്റ്റിച്ച് എടുത്തതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഇനി സാധാരണ വർക്ക് ചെയ്യുന്ന എന്താണോ ചെയ്യാം. പക്ഷേ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഞാൻ 10 ദിവസം വീണ്ടും പോയി തറവാട്ടിൽ പോയി കുറ്റ്യാടി പോയി റെസ്റ്റ് ചെയ്തു. എന്നിട്ട് 22 ദിവസങ്ങൾക്ക് ശേഷം, അതായത് ഓപ്പറേഷൻ കഴിഞ്ഞ് 22 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കോളേജിൽ പഴയ ഫ്രാൻസിസ് കാരക്കട്ടായി തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ ഒക്കെ എനിക്ക് PhD ഉണ്ട്, അതുകൊണ്ട് മാത്രം ജീവിതത്തിൽ വിജയിക്കാൻ പറ്റത്തില്ല. നമ്മൾ യഥാർത്ഥത്തിൽ പരീക്ഷിക്കപ്പെടുന്നത് നമ്മളുടെ കഴിവും മികവും ഏറ്റവും കൂടുതൽ തെളിയിക്കപ്പെടേണ്ടത് പ്രതിസന്ധി വരുമ്പോഴാണ്. അപ്പോൾ പ്രതിസന്ധികളെയും ജീവിത പരീക്ഷണങ്ങളെയും ആത്മവിശ്വാസത്തോടെ ദൃഢനിശ്ചയത്തോടെ അഭിമുഖീകരിക്കുവാനായിട്ടും അതിജീവിക്കുവാനായിട്ടുമുള്ള കഴിവ് സ്വായത്തമാക്കേണ്ട ഘട്ടം കൂടിയാണ് ഈ പഠനകാലം. അപ്പം അതിനാൽ നമ്മൾ സക്സസ് മാത്രം തിരഞ്ഞാൽ പോരാ, സക്സസ്സിനോടൊപ്പം പരാജയത്തെ, തിരിച്ചടികളെ അഭിമുഖീകരിക്കുവാൻ വേണ്ട ഈ സവിശേഷ കഴിവ് കൂടി കുട്ടികൾ, യുവതീ-യുവാക്കൾ അവരുടെ ഈ വളർച്ചയുടെ ഘട്ടത്തിൽ സ്വായത്തമാക്കണം എന്നുള്ള അഭിപ്രായമാണ് ഞാൻ എല്ലാവരോടും പറയാറുള്ളത്. ഓക്കെ. അപ്പോൾ അച്ഛൻ ഇത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ക്യാൻസറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാനും ഒന്ന് ഷോക്കായി പോയൊരു അവസ്ഥയിലാണ് ഉള്ളത്. എന്നാലും കുഴപ്പമില്ല അച്ഛൻ, അച്ഛൻ ആ കൊടുത്ത പോസിറ്റീവ് എനർജി ഇവിടുത്തെ എല്ലാ എനിക്ക് ക്യാൻസർ എനിക്ക് സാധാരണ ക്യാൻസർ സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ കീമോതെറപ്പി വേണം, പിന്നെ റേഡിയേഷൻ വേണം. ഡോക്ടർ പറഞ്ഞു കീമോയുടെ ആവശ്യമില്ല, പിന്നെ റേഡിയേഷൻ്റെ ആവശ്യമില്ല. എല്ലാ 3 മാസം കൂടുമ്പോഴും ചെക്കപ്പ് നടത്തുക. ആദ്യത്തെ ചെക്കപ്പ് കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല. ഇനി ഫെബ്രുവരിയിൽ വീണ്ടും ചെക്കപ്പ് ഉണ്ട്. അപ്പോൾ എല്ലാം നമ്മുടെ മനസ്സ്, നമ്മുടെ ദൃഢനിശ്ചയം, ദൈവം നൽകുന്ന കൃപ, എല്ലാവരുടെയും പ്രാർത്ഥന, അതുകൊണ്ടാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അച്ഛൻ നമ്മളുടെ പ്രേക്ഷകരുടെ മുന്നിൽ മനസ്സ് തുറന്നിരിക്കുകയാണ്. അപ്പോൾ അവസാനം ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്, എല്ലാം നമ്മളോട് പറഞ്ഞു. അപ്പോൾ അച്ഛൻ അവസാനമായി പറഞ്ഞത് നമ്മുടെ അച്ഛൻ്റെ ക്യാൻസർ അസുഖവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ഇപ്പോൾ ഒരു അസുഖം ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തന്നെ നെഗറ്റീവായി, അപ്പോൾ തന്നെ വളരെ വിഷമിച്ച് ആ കുടുംബം വളരെ വിഷമിക്കുന്ന രീതിയിലാണ്. പക്ഷേ അച്ഛൻ ഇതൊരു പോസിറ്റീവ് മൈൻഡിലാണ് ഇതെടുത്തത്. അത് ഇവിടെയുള്ള ജനങ്ങൾക്കുള്ളൊരു സന്ദേശം തന്നെയാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് തന്നെ കാണുക എന്നുള്ളൊരു മെസ്സേജ് കൂടി അച്ഛൻ ഇപ്പോൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ അച്ഛൻ 2002 ഇരിട്ടിയിൽ എത്തുമ്പോൾ അങ്ങാടിക്കടവിലേക്ക് ഒരു ബസ്സില്ല, ജീപ്പ് ട്രിപ്പ് അടിക്കുകയായിരുന്നു. അതേപോലെ തന്നെ അന്നൊരു കുഗ്രാമമാണ്, കറണ്ട് ഭാഗികമായിട്ടൊക്കെ ഉള്ളൂ. പക്ഷേ ഈ കുഗ്രാമത്തിൽ അന്ന് വന്ന് ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കോളേജ് ഇവിടെ സ്ഥാപിച്ചു. അപ്പോൾ ആ കോളേജ് ഇപ്പോൾ 2024 എത്തിയിരിക്കുമ്പോൾ ബാക്കി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലുള്ള ബാക്കിയുള്ള കോളേജുകളെക്കാൾ മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് പഠനരംഗത്തും അതേപോലെ തന്നെ നമ്മുടെ കായിക അതേപോലെ തന്നെ കലാരംഗത്തും ഒക്കെ മികച്ച പ്രകടനമാണ് നമ്മൾ ഈ ഡോൺ ബോസ്കോ കോളേജ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ നാടിന് അങ്ങാടിക്കടവ് എന്ന് നമ്മൾ പുറത്തു പോയി പറഞ്ഞാൽ അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ കോളേജ് എന്നുള്ള ഒരു പേര് മാത്രമാണുള്ളത്. അപ്പോൾ ഈ നാടിൻ്റെ ഏറ്റവും വലിയ ഉയർച്ചയ്ക്ക് കാരണമായ ഈ കോളേജാണ്. അപ്പോൾ ഈ കോളേജിൻ്റെ ഈ ഒരു ചരിത്രവും അതേപോലെ തന്നെ അച്ഛൻ്റെ ജീവിത കഥയും നമ്മോട് ഒരുപാട് അദ്ദേഹം പങ്കുവെച്ചു. അപ്പോൾ അച്ഛൻ ഇനിയും എഴുത്തിലും അതേപോലെ തന്നെ ഈ കോളേജിൻ്റെ മുന്നോട്ടുള്ള എല്ലാ നടത്തിപ്പിനും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇത്രയും നേരം ഏജാനെറ്റിലെ പ്രേക്ഷകരോടൊപ്പം ഞങ്ങളോടൊപ്പം പങ്കുവെച്ചതിന് അച്ഛ വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.